എല്ലാവർക്കും ഫാമിലി വണ്ണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂനിയേഴ്സൊക്കെ ഒരു ബ്യൂട്ടിഫുൾ വെൽക്കമിങ് ആയിരുന്നു ഞങ്ങൾക്ക് തന്നത്. ഒരു നെറ്റ്ഫ്ലിക്സ് തീമായിരുന്നു ഫുൾ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കൊമ്പും പിന്നെ എല്ലാം ഫൈനൽ എപ്പിസോഡിനായിരുന്നു നമ്മുടെ ഫെയർവെല്ലിൻ്റെ പേര് തന്നെ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരു നെറ്റ്ഫ്ലിക്സ് തീമിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത് വെച്ചത്. ആൻഡ് അവിടെ ഒരു നമ്മുടെ മെമ്മറി ബോർഡ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് ഞാനും അതിൽ എല്ലാവരോടും എഴുതിയിട്ടോളാൻ പറഞ്ഞു. കുറേ പേരത് എഴുതിയില്ലെന്ന് തോന്നുന്നു, എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല, ബട്ട് ഒരു നല്ലൊരു സ്വീറ്റ് മെമ്മറി ആയിട്ട് എന്നും നിൽക്കുന്നൊരു സാധനമായിട്ട് തോന്നി. തെരേസ്യൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ മിസ് തെരേസ്യൻ കോൺടെസ്റ്റാണ്. ആൻഡ് എല്ലാ ക്ലാസ്സിൽ നിന്നും എല്ലാ സീനിയേഴ്സിൻ്റെ ക്ലാസ്സിൽ നിന്നും 2 കണ്ടസ്റ്റൻസിനെ വെച്ചാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഉണ്ടായിരുന്നു 2 പേര്. ഇപ്രാവശ്യം മിസ് തെരേസ്യൻ കൂടാതെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, മിസ് ഹെയർ, മിസ് സ്മൈൽ, മിസ് കോൺഫിഡൻസ്, അങ്ങനെ പല പല പൊസിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അർജീനയ്ക്ക് മിസ് സ്മൈലും ബെറ്റ്നയ്ക്ക് മിസ് ഹെയറിൻ്റെയും അവാർഡ് കിട്ടിയായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണെന്നറിയാത്തൊരു പോക്കാണ്. കാരണം എവിടെയെങ്കിലും കയറണം, കുറച്ച് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഒരു AC ഉള്ളൊരു സ്ഥലം കിട്ടി അത്രയും നല്ലത്. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന് വിചാരിച്ചാൽ ചെന്ന്. പക്ഷെ നമുക്ക് അവിടെ ഒരു ഐസ്ക്രീം പാർലർ കണ്ടു. AC ആണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ എന്നൊരു ഷേക്ക് കഴിക്കാമെന്ന് വിചാരിച്ച എന്നാണ്. ബട്ട് അത് AC ആയിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ നമ്മൾ അവിടെയാണ് കയറിയത്, നമ്മൾ ഐസ്ക്രീംസ് കഴിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ ഷെയ്ക്ക് AC-ലിരുന്ന് കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഒച്ചക്ക് എന്തുവാ ഇത് കൊറേ നേരമായിട്ട് ചെക്കിങ്. ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫെയർവെൽ എന്നാണ് ഫസ്റ്റ് പറയേണ്ടത്. അപ്പൊ ഓരോരുത്തരായിട്ട് വേഗം പറഞ്ഞു തീർക്കണം. 2-3 മിനിറ്റിന്റെ വീഡിയോയാണ്. ഓക്കെ, സ്റ്റാർട്ട്, ആക്ഷൻ. നല്ല രസമുള്ള ഫെയർവെല്ലായിരുന്നു. ഫുഡ് കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മൾ ഷേക്ക് കുടിക്കാൻ നിന്നിരിക്കാം. ഇച്ചിരി ഒച്ചയെ പറഞ്ഞില്ലെങ്കിൽ കേൾക്കൂല. ഓക്കെ, അടുത്ത ഫിദ വഴക്കിട്ടോയാ? ഷാനിയ പറഞ്ഞോ. ഒന്നും കിട്ടൂല. അതെ, ഫെയർവെല്ലിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ കൊറേ സ്പോയിലർ തപ്പി ജൂനിയേഴ്സിന്റെ അടുത്ത് എല്ലാവർക്കും ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞത് വലിയ പരിപാടിയൊന്നും ഇല്ല, ക്ലാസിക്കൽ സംഭവം മാത്രമേ ഉള്ളൂ, നല്ല ഷോക്കാണെന്ന് പറഞ്ഞു. വിചാരിച്ച് വലിയതൊന്നും ഉണ്ടാവില്ല. ബട്ട് അവര് നമ്മുടെ എക്സ്പെക്ടേഷൻസ് തകർത്ത്. അടിപൊളിയായിരുന്നു. നല്ല ഡാൻസ്, നല്ല മിസ് സ്മൈൽ അല്ല മിസ് ഹെയർ. എവിടെ തീർന്ന ഹെയർ കോൺഫിഡൻസ് മൊത്തം കൊടുത്ത് കൊച്ചിന് മിസ് തെരേസ്യൻ ആക്കാൻ പോയി. കൊച്ചിന് എങ്ങനെ ഉണ്ടായിരുന്നു മിസ് തെരേസ്യൻ കോൺടെസ്റ്റ്? ഫസ്റ്റ് ട്രൈ കൊള്ളൂലെന്നൊക്കെ കൊള്ളൂല. കോഫി എന്നാലും പ്രതീക്ഷിച്ച ഞാൻ അവക്കാഡോ ഷേക്കാണ് വാങ്ങിയത്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് മിൽമ ബെസ്റ്റ് ഐസ്ക്രീം പാർലറാണ്. ഒരു ബസ്സിന്റെ ഉള്ളിലുള്ള ചിൽഡ്രൻസ് പാർക്കിന്റെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് വരും. എക്സാക്ട് സ്പോട്ട് എന്ന് പറയുന്നത് KSRTC ബസ് സ്റ്റോപ്പിന്റെ എൻട്രൻസിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കുറവിന് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. പൈസ നല്ല ടേസ്റ്റി
ഓക്കെ ഇവരുടെ ബെസ്റ്റ് സംഭവം ഞങ്ങൾക്ക് വോത്തായിട്ട് തോന്നിയത് ചോക്ലേറ്റ് മോക്ക. ഇതെന്ന് വെച്ചാല് 180 rupees ബട്ട് പക്ഷെ എനിക്ക് ഇഷ്ടമായത് എന്റെ അവക്കാഡോ ഷേക്കാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് അവക്കാഡോ. എന്താ പറഞ്ഞ കോഫി ചോക്ലേറ്റ് അത് ഓക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചില മൂടുണ്ട് അത് കഴിക്കാൻ. നമുക്ക് കോഫി ലവേഴ്സിന് പറ്റിയ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഉറക്കമൊക്കെ മാറ്റാൻ പറ്റിയ സാധനം. നല്ല കിക്കുണ്ട്. അയച്ചു ആർക്കും കൊടുക്കാം. അവള് ചത്ത പോലെ ഇരിക്കണം. ചത്ത പോലെ ഇരിക്കണം. നിന്നോട് ചോദിച്ചില്ല എങ്ങനെ ഉണ്ടായിരുന്നു ഫെയർവെൽ? വിചാരിച്ചില്ല, കരയാൻ പറ്റില്ല. ഒരു വീഡിയോ പ്ലേ ചെയ്ത് എല്ലാ മെമ്മറീസും ഞാനവിടെ കരയായിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഞാൻ നമുക്കൊരു ടൈം കിട്ടുമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്ക് മര്യാദ സംസാരിക്കും. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഫുള്ള് വിശപ്പും ആർത്തിയൊക്കെ അറിഞ്ഞില്ല. എന്നാലും ഓൾ ഇൻ ഓൾ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. കിട്ടിയാ ഞാൻ പറയട്ടെ 660 ആണ് എല്ലാവരുടെയും കൂടെ ടോട്ടല്. അപ്പൊ ഇത് കൊടുക്ക്, എന്നിട്ട് ബാക്കി ഇവർക്ക് പൈസ കൊടുത്താൽ പോരെ നമുക്ക്. കാൽക്കുലേഷൻസ് ഒന്നും അറിയത്തില്ല. 660 രൂപ 650 രൂപ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു മണിക്കൂർ. അപ്പൊ ഇന്ന് നമ്മുടെ അപ്പൊ ഫെയർവെല്ലിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ ഇത് മൈക്ക് കാര്യങ്ങളില്ലാത്ത കാരണം ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും കേൾക്കുന്നത്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യണം.